എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്ന ഭാഗമായിരുന്നു പറഞ്ഞു നിർത്തിയത്. ലാസ്റ്റ് SI സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണലിൻ്റെ ചില പ്രത്യേകതകളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ ലാസ്റ്റ് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു യൂണിറ്റിനെ അല്ലെങ്കിൽ എന്താണ് ഫണ്ടമെൻ്റൽ യൂണിറ്റിനെ ആശ്രയിച്ചു കൊണ്ടുവരുന്ന യൂണിറ്റുകളെ വിളിച്ച പേരായിരുന്നു ഡിറൈവ്ഡ് യൂണിറ്റുകൾ അല്ലെങ്കിൽ വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് വിളിച്ചു. അപ്പോൾ ഈ ഡിറൈവ്ഡ് യൂണിറ്റുകൾക്കുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾ? ഏരിയ, അതുപോലെ തന്നെ വോളിയം അല്ലെങ്കിൽ പരപ്പളവ്, അതുപോലെ തന്നെ വ്യാപ്തം. ഇത് രണ്ടും എന്ത് യൂണിറ്റ് എക്സാമ്പിളാണ്? ഡിറൈവ്ഡ് യൂണിറ്റുകൾ അല്ലെങ്കിൽ വിൽപ്പന്ന യൂണിറ്റുകളുടെ ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? പരപ്പളവും വ്യാപ്തവും. ഇനി എന്തുകൊണ്ട് ഇവർ ഡിറൈവ്ഡ് യൂണിറ്റ് ആയി അല്ലെങ്കിൽ വിൽപ്പന്ന യൂണിറ്റ് ആയി എന്ന് ചോദിച്ചാൽ, ഈ ഏരിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു അല്ലെങ്കിൽ നീളം ഗുണം വീതിയാണ്, അഥവാ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പരപ്പളവ് നമ്മൾ കിട്ടുന്നത് രണ്ടാൾക്കാരെ ആശ്രയിച്ചു കൊണ്ടാണ്. നീളം അല്ലെങ്കിൽ ലെങ്ത്, ബ്രെഡ്ത്ത് രണ്ടും എന്ത് യൂണിറ്റാണ്? ലെങ്ത് എന്ന് പറയുന്നത് എന്ത് യൂണിറ്റാണ്? ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് അല്ലെങ്കിൽ ഒരു അടിസ്ഥാന അളവാണ്. അപ്പോൾ ഈ അടിസ്ഥാന അളവിനെ ആശ്രയിച്ചു കൊണ്ട് വന്നത് കൊണ്ട് തന്നെ ഇത്തരം യൂണിറ്റുകളെ അല്ലെങ്കിൽ ഏരിയ, വോളിയം എന്നിങ്ങനെയുള്ള ആൾക്കാരെല്ലാം എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റുകളാണ്. അതിൻ്റെ റീസൺ ആണ് പറഞ്ഞത്. എന്താണ് കാരണം? ഫണ്ടമെൻ്റൽ യൂണിറ്റുകളെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്ന യൂണിറ്റുകളെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നു. അതിനുശേഷം SI സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞായിരുന്നു. 3 സ്പെഷ്യാലിറ്റീസ് ആണ് ആർക്കുള്ളത്? SI സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര നിയമം എന്ന് പറയുന്നതിനുള്ളത്. അപ്പോൾ അതിൻ്റെ 3 പ്രത്യേകതകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒന്നാണ് ഏത്? SI സിസ്റ്റം എന്ന് പറയുന്നത്. മറ്റേതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും അല്ലെങ്കിൽ മറ്റേതൊരു ഭൗതികമായിട്ടുള്ള അളവിനെയും SI സിസ്റ്റത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്രസ് ചെയ്യാൻ, പ്രസ്താവിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രത്യേകത എന്തായിരുന്നു? ഒന്നാമത്തെ പ്രത്യേകത അന്താരാഷ്ട്ര നിലവാരത്തിൽ അംഗീകരിക്കപ്പെട്ട ഒന്നാണ് എന്ത്? SI യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് മറ്റേത് ഭൗതികമായിട്ടുള്ള അളവിനെയും എന്തുപയോഗിച്ചുകൊണ്ട്? SI സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രസ്താവിക്കാൻ സാധിക്കുന്നു. മൂന്നാമത്തത് ഒരു ഏകീകൃതമായിട്ടുള്ള യൂണിറ്റ് ആണ്, ഒരു യൂണിഫൈഡ് യൂണിറ്റ് ആണ് SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഏത് സ്ഥലത്ത് പോയാലും SI സിസ്റ്റത്തിൽ വരുന്ന 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾക്കും ഒരേ യൂണിറ്റ് ആയിരിക്കും. സോ SI സിസ്റ്റത്തിന് മാത്രമുള്ള 3 സ്പെഷ്യാലിറ്റീസ് ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏരിയയെക്കുറിച്ചും വോളിയൂമിനെ കുറിച്ചുമാണ്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്, അതുപോലെ തന്നെ വോളിയൂം അല്ലെങ്കിൽ വ്യാപ്തം. ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾവേസ് പറഞ്ഞു കഴിഞ്ഞതാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ഏരിയ. അല്ലെങ്കിൽ നീളം ഗുണം വീതിയെ വിളിക്കുന്ന പേരാണെന്ത്? പരപ്പളവ്. ഈ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ നീളം ഗുണം വീതി എന്നാണ് എന്തിൻ്റെ? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നീളം ഗുണം വീതി അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെ വരും? നീളത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ ആണ്. അപ്പോൾ മീറ്റർ ഇൻറ്റു എന്താണ്? ബ്രെഡ്ത്തിൻ്റെ യൂണിറ്റും മീറ്ററിൽ തന്നെ. സോ ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ സ്ക്വയർ എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏരിയ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏരിയ കണ്ടുപിടിക്കുന്ന ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. പക്ഷെ അതൊരു റെഗുലർ സ്ട്രക്ചർ അല്ല. ഒരു ഇറഗുലർ സ്ട്രക്ചറിലുള്ളൊരു വസ്തുവിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഇറഗുലർ ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ലീഫ് അല്ലെങ്കിൽ ഒരു ഇല. ആ ഇലയെ ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നും ആ ഇലയുടെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുന്ന ഒരു ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ
ആ ഗ്രാഫ് പേപ്പറിൽ നിന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചേ? ആ ഇലയെ എന്ത് ചെയ്യുന്നു? ഗ്രാഫ് പേപ്പറിനുള്ളിലേക്ക് വെക്കുന്നു. ഇലയുടെ ആ ഒരു ലേഔട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് വരുന്ന ചതുരക്കട്ടകൾ എണ്ണിയെടുത്തുകൊണ്ടായിരുന്നു നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഏരിയ കണ്ടുപിടിക്കുന്നതെന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ കിട്ടുന്ന ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഒരിക്കലും ആക്യുറേറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ആ വില ഒരിക്കലും കൃത്യത ഉള്ളതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏതാണ് ഇക്വേഷൻ ഫോളോ ചെയ്യുന്നത്? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇതുപയോഗിച്ച് കിട്ടിയാൽ നമുക്ക് ഈ കിട്ടുന്ന ഏരിയ എപ്പോഴും ഹൈലി ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഇറഗുലർ ഷേപ്പ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ആകൃതി ഇല്ലാത്ത വസ്തുക്കളെ പല രീതിയിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഏതിൻ്റെ ഒരു ഇലയുടെ ചിത്രം തന്നെ ആ ഇലയുടെ എന്ത് കണ്ടുപിടിക്കുന്ന പരപ്പളവ് കണ്ടുപിടിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു മെത്തേഡ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇല നമ്മൾ എങ്ങനെ, അല്ലെങ്കിൽ ആ ഇലയുടെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തുപയോഗിച്ചായിരുന്നു? ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് പേപ്പറിൽ നിന്നും ഞാൻ പറഞ്ഞു, ആദ്യം ഇല എന്ത് ചെയ്യുക? ഗ്രാഫ് പേപ്പർ വെച്ച് ആ ഇലയുടെ പുറമേയുള്ള ലേഔട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫ് പേപ്പറിൽ മാർക്ക് ചെയ്തതിന് ശേഷം ആ ലേഔട്ടിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ചതുരക്കട്ടകളുടെ എണ്ണവും മറ്റും എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? പരപ്പളവ് കണ്ടുപിടിച്ചത്. എന്നാൽ അങ്ങനെ കിട്ടുന്ന പരപ്പളവ് പറഞ്ഞു കഴിഞ്ഞു, അതെന്തായിരിക്കത്തില്ല? ആക്യുറേറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ പ്രിസൈസ്ഡ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതാണ്? ഏരിയ സമം എന്തിൻ്റെ എന്ത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആകുമ്പോൾ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അതുപോലെ തന്നെ ബ്രെഡ്ത്തിന്റെ യൂണിറ്റും മീറ്റർ ആണ്. സോ നമ്മൾ കിട്ടുന്നത് എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ ആയിരിക്കും. എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്ത്? ഏരിയ. ഏരിയ പോലെ തന്നെ അടുത്ത ഒരാളാണ് ആര്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. അതുപോലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു അളവാണ് ഏത്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറഞ്ഞാൽ? വോളിയം സമം നമ്മൾ ആൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? വോളിയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള സമവാക്യം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ നീളം ഗുണം വീതി ഗുണം ഉയരം. അതാണ് എന്തെന്ന് പറയുന്നത്? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കുവാനുള്ള സമവാക്യം. ഇതിൽ നിന്ന് നമുക്ക് എൻ്റെ യൂണിറ്റിലേക്ക് എത്താം. ലെങ്തിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ്. ബ്രെഡ്ത്തിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ്. ഹൈറ്റിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ്. അങ്ങനെ നമുക്ക് എന്തെന്ന് എഴുതാം? എൻ്റെ യൂണിറ്റ് ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ് ആയിരിക്കും. എന്തിൻ്റെ യൂണിറ്റ്? വ്യാപ്തം അല്ലെങ്കിൽ വോളിയമിൻ്റെ യൂണിറ്റ്. സോ ദ യൂണിറ്റ് ഓഫ് വോളിയം, വോളിയമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആണ്. മീറ്റർ ക്യൂബ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, എന്നാൽ വോളിയമിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് ആണ്. എന്താണ് വോളിയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിന് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം, അത് തന്നെയാണ് അതിൻ്റെ എന്ത്? വോളിയം. ദ സ്പേസ് ഓക്കുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഒരു വസ്തുവിന് നിൽക്കുന്നതിന് വേണ്ടി, ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഭാഗം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം, അതിനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ വോളിയം. ഇപ്പോൾ ദ്രാവകത്തിന് അല്ലെങ്കിൽ ഒരു ലിക്വിഡിനോ ഗ്യാസിനൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടൊരു വോളിയം നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയാണോ അത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത്, ആ കണ്ടെയ്നറിൻ്റെ വോളിയം തന്നെയായിരിക്കും ആ ഒരു ദ്രാവകത്തിന്. അപ്പോൾ സോളിഡിന് മാത്രമേ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു വോളിയം അല്ലെങ്കിൽ വ്യാപ്തം പറയാൻ പറ്റുള്ളൂ. എന്നാൽ ദ്രാവകത്തിനോ വാതകത്തിനോ ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യാപ്തം നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് എവിടെയാണോ, ഏത് കണ്ടെയ്നറിലാണോ നിൽക്കുന്നത്, ആ കണ്ടെയ്നറിൻ്റെ അതേ വോളിയം തന്നെ അല്ലെങ്കിൽ അതേ വ്യാപ്തം തന്നെ ആയിരിക്കും എന്ത്? ദ്രാവകത്തിനും അതുപോലെ തന്നെ വാതകങ്ങൾക്കും. അതുകൊണ്ട് അവർക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള എന്തില്ല? വോളിയം ഇല്ല. ഏതിന് മാത്രമേ ഡെഫിനിറ്റ് ആയിട്ട് വോളിയം ഉള്ളൂ? സോളിഡ്സിന് മാത്രം, അല്ലെങ്കിൽ ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ കൃത്യമായിട്ടുള്ളൊരു വ്യാപ്തം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്തത്, അപ്പോൾ വോളിയമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ക്യൂബ് ആണെന്ന് അറിയാം. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. ഇനി അടുത്ത നമുക്കൊരു ക്വാണ്ടിറ്റി പഠിക്കാനുള്ളത് ഡെൻസിറ്റി ആണ്. എന്താണ്? ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയാം. ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത. ഓക്കെ, ഈ ഡെൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമുക്കൊരു സമവാക്യമുണ്ട്. ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ്. അല്ലെങ്കിൽ സാന്ദ്രത സമം മാസ് ഭാഗം വ്യാപ്തം. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള സമവാക്യം? ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത. എല്ലാ വസ്തുക്കൾക്കും ഓരോ പർട്ടിക്കുലർ ഡെൻസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സാന്ദ്രതയുണ്ട്. പക്ഷേ എല്ലാവരുടെയും സാന്ദ്രതയും ഒരുപോലെ ആയിരിക്കില്ല. ഓരോരുത്തരുടെയും, ഓരോ വസ്തുക്കളുടെയും അല്ലെങ്കിൽ ഓരോ മെറ്റീരിയലിൻ്റെയും ഡെൻസിറ്റിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് കൂടിയും കുറഞ്ഞും എല്ലാം നിൽക്കും. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ
മാസ് പെർ യൂണിറ്റ് വോളിയം, മാസ് ബൈ യൂണിറ്റ് വോളിയം എന്നാണ് അല്ലേ. ഒരു യൂണിറ്റ് വോളിയമിൽ അടങ്ങിയിരിക്കുന്ന മാസ്, അതിനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ എന്ത്, ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് വിളിക്കാം. ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന മാസ്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ്രവ്യത്തിന്റെ അളവാണ് എന്ത്, മാസ്. അപ്പോൾ ഈ സമവാക്യം എന്ന് പറയുന്നത് സാന്ദ്രത സമം മാസ് ബൈ വ്യാപ്തം എന്നാണ്. ഈ ഒരു സമവാക്യത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്താണ്, സാന്ദ്രത എന്ന് പറയുന്നത് മാസിന് എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. സാന്ദ്രത അഥവാ ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസ് എന്നാണ്. ഡെൻസിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസ്. അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത് മാസിന് നേർ അനുപാതത്തിലാണ്. മാസിന് നേർ അനുപാതത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, ഏതെങ്കിലും വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് കൂടിയാൽ അതിലുള്ള ഡെൻസിറ്റി, ആ വസ്തുവിന്റെ സാന്ദ്രതയും എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് വർദ്ധിക്കുന്നു എന്നാണ് അർത്ഥം. ഡെൻസിറ്റി മാസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സാന്ദ്രത അവിടെയുള്ള ആ വസ്തുവിന്റെ മാസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ മാസ് കൂടിയാൽ അല്ലെങ്കിൽ ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിന് വർധനവുണ്ടായാൽ അതിനനുസരിച്ച് ആ വസ്തുവിന്റെ ഡെൻസിറ്റിയും എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു സമവാക്യം അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടുപിടിക്കാം. ഡെൻസിറ്റി എന്ന് പറയുന്നത് വോളിയൂമിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, സാന്ദ്രത എന്ന് പറയുന്നത് വ്യാപ്തത്തിന് നേർ വിപരീതമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ വ്യാപ്തം കൂടിയാൽ, ഒരു വസ്തുവിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കൂടിയാൽ അവിടെയുള്ള ആ വസ്തുവിന്റെ സാന്ദ്രത എന്ത് ചെയ്യും, കുറയും. ആ ഒരു രണ്ട് കണ്ടീഷനാണ് നമുക്ക് ഈ സമവാക്യത്തിൽ നിന്നും അറിയേണ്ടത്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണെന്ന് അറിയാം, അല്ലെങ്കിൽ മാസ് ബൈ വ്യാപ്തം. സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ഭാഗം എന്താണ്, വ്യാപ്തമാണെന്ന് അറിയാം. അതിൽ നിന്നും രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഒന്നെന്താണ്, ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസിന് നേർ അനുപാതത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിന് വർധനവുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ മാസ് കൂടുതലാണെങ്കിൽ ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആ വസ്തുവിന്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി എന്ന് പറയുന്നതും എന്തായിരിക്കും, കൂടുതലായിരിക്കും. രണ്ടാമതെന്താണ്, ഒരു രണ്ട് വസ്തുക്കൾ എടുക്കുമ്പോൾ വ്യാപ്തം കുറവുള്ളത് ആർക്കാണോ ആ വ്യാപ്തം കുറവുള്ള ആൾക്കായിരിക്കും സാന്ദ്രത കൂടുതൽ. അതുപോലെ തന്നെ വ്യാപ്തം കൂടിയ ഒരാൾക്ക് അതിനനുസരിച്ച് സാന്ദ്രത അഥവാ ഡെൻസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഭാഗം വോളിയമാണ്. മാസ് ഭാഗം വോളിയം അല്ലെങ്കിൽ വ്യാപ്തമാണ്. അതിൽ മാസിന്റെ യൂണിറ്റ് നമുക്കറിയാം. നമ്മൾ പഠിച്ച 7 അടിസ്ഥാന അളവുകളിൽ അല്ലെങ്കിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ ഒരാളായിരുന്നു മാസ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആയിരുന്നു. കിലോഗ്രാം. അപ്പോൾ മാസിന്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം ആണ്. ഇനി വോളിയൂമിന്റെ അല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ യൂണിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ കിലോഗ്രാം ഭാഗം എന്താണ്, മീറ്റർ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി, ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയവിടുന്ന ഡെൻസിറ്റി എന്താണെന്ന് പറഞ്ഞു. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയൂം, അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ഭാഗം വ്യാപ്തം എന്നാണെന്നാണ് സമവാക്യം. അതിൽ നിന്നും രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ സമവാക്യത്തിൽ നമുക്കറിയാം സാന്ദ്രത എന്ന് പറയുന്നത് മാസിന് എന്താണ്, നേർ അനുപാതത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിന് വർധനവുണ്ടായാൽ അതിന്റെ ഡെൻസിറ്റിയും ഹൈ ആയിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും. ഇനി സാന്ദ്രത എന്ന് പറയുന്നത് വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലാണ് അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടിയാൽ മറ്റേ എന്ത് ചെയ്യുന്നു, കുറയുന്നു. സാന്ദ്രത കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ആ വസ്തുവിന്റെ വോളിയം എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ. അതിനുശേഷം ഡെൻസിറ്റിയുടെ യൂണിറ്റിലേക്ക് വന്നു. നമുക്കറിയാം സമവാക്യം എന്ന് പറയുന്നത് മാസിനെ ഞാൻ എന്തുകൊണ്ട് ഭാഗിക്കുന്നു, വോളിയം കൊണ്ട് ഭാഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ
മാസിന്റെ യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റ് നമുക്കറിയാം ഏതാണ്, കിലോഗ്രാം ആണ്. അതിനെ ഞാൻ എന്തുകൊണ്ട് ഭാഗിച്ചു, മീറ്റർ ക്യൂബ് കൊണ്ട് ഭാഗിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി, ഡെൻസിറ്റിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഇനി അടുത്തത്, ഓരോ വസ്തുക്കൾക്കും ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയ്ക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ വസ്തുക്കൾക്കും സാന്ദ്രതയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ചില വസ്തുക്കൾക്ക് എന്താണ് സാന്ദ്രത കൂടുതലായിരിക്കാം, മറ്റു ചില വസ്തുക്കൾക്ക് സാന്ദ്രത കുറവായിരിക്കാം. അപ്പോൾ സാന്ദ്രത എല്ലാ വസ്തുക്കളിലും ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഇവ കത്തുന്ന സമയത്ത് ഇവയിൽ നിന്നുണ്ടാകുന്ന ഫ്ലെയിം അല്ലെങ്കിൽ തീയെ അണയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അല്ലെങ്കിൽ ജലം ഉപയോഗിക്കാമോ എന്നൊരു ചോദ്യം ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. പെട്രോള് അല്ലെങ്കിൽ ഡീസൽ പോലുള്ള വസ്തുക്കൾ കത്തി തീ പടരുമ്പോൾ ആ തീയെ അണയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അല്ലെങ്കിൽ ജലം എനിക്ക് ഉപയോഗിക്കുവാൻ കഴിയുമോ എന്നൊരു ചോദ്യം ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതിന് ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ എന്തുപയോഗിക്കാൻ പാടില്ല, വാട്ടർ അല്ലെങ്കിൽ ജലം ഉപയോഗിച്ചുകൊണ്ട് പെട്രോൾ കത്തുമ്പോഴും ഡീസൽ കത്തുമ്പോഴും ഒരിക്കലും നമുക്ക് തീയെ അണയ്ക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവ വസ്തുക്കളുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നോക്കിക്കോ, പെട്രോള് അല്ലെങ്കിൽ ഡീസലാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ പെട്രോള്, അതല്ല എങ്കിൽ ഞാൻ എടുക്കുന്നത് എന്താണ്, ഡീസൽ ആണെങ്കിൽ പെട്രോള്, അതല്ല എങ്കിൽ എന്താണ്, ഡീസലാണ് ഞാൻ എടുക്കുന്നതെന്നിരിക്കട്ടെ. ഇവരുടെ സാന്ദ്രതയുമായി വാട്ടറിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ സാന്ദ്രതയെ ഞാൻ കമ്പയർ ചെയ്താൽ അല്ലെങ്കിൽ താരതമ്യം ചെയ്താൽ ഇവരെക്കാൾ ഏറ്റവും കൂടുതൽ സാന്ദ്രത കൂടുതൽ ആർക്കാണ്, ജലത്തിനാണ്. അങ്ങനെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കത്തുമ്പോൾ ജലം വീഴ്ത്തിയാൽ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കുറവായതുകൊണ്ട് തന്നെ ജലം അടിയിലേക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു, തീക്കുള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു. ഒരിക്കലും അണയുന്നില്ല. പെട്രോൾ ഡീസൽ കത്തുന്ന ആ ഫ്ലെയിം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അണയുന്നില്ല. ഇത് വീണ്ടും വെള്ളം വീഴ്ത്തുന്നതനുസരിച്ച് ആളിക്കത്തുകയേ ഉള്ളൂ. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സാന്ദ്രതയെക്കാളും കൂടുതലാണ് ആരുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ ആരുടെ സാന്ദ്രത, ജലത്തിൻ്റെ സാന്ദ്രത. സാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്നും തീ ഉണ്ടാകുമ്പോൾ സാന്ദ്രത കൂടുതലായതുകൊണ്ട്, ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ആ വസ്തു അടിയിലേക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ ജലം ഉള്ളിലേക്ക് പോവുകയും ചെയ്യും, തീ അണയുകയുമില്ല. അതിനനുസരിച്ച് ജലം വീഴ്ത്തുന്നതനുസരിച്ച്, വെള്ളം നമ്മൾ വീഴ്ത്തുന്നതനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടേയിരിക്കും, പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും ഉണ്ടാകുന്ന തീയുടെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും പെട്രോൾ ഉപയോഗിക്കുമ്പോഴോ ഡീസൽ ഉപയോഗിക്കുമ്പോഴോ ഒരു ചെറിയ തീ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അതിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനേ പാടില്ല. ഒരിക്കലും അതിനെ അണയ്ക്കാൻ എന്തില്ല, പാടില്ല. അപ്പോൾ എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ ഈ വസ്തുക്കളുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതകൾ തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ആ കാരണത്താലാണ് ഒരിക്കലും പെട്രോളോ ഡീസലോ കത്തുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല, ജലം അതിനെ അണയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അവരുടെ ഡെൻസിറ്റീസിൽ തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്. 2 ബീക്കർ, ആ ബീക്കറിലേക്ക് ഒരു ബീക്കറിൽ സാൾട്ട് സൊല്യൂഷനും മറ്റൊരു ബീക്കറിൽ ജലവും എടുത്തു വെച്ചുകൊണ്ടുള്ള ഒരു എക്സ്പെരിമെന്റ് അവിടെ തന്നിട്ടുണ്ട്. ഒരു ബീക്കറിൽ സാൾട്ട് സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്, മറ്റൊന്നിൽ ഞാൻ ജലം എടുക്കുന്നു. അതിലേക്ക് സാൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഉപ്പു ലായനി ജലം അല്ലെങ്കിൽ വാട്ടർ, ഇതിൻ്റെ ഒരു പരീക്ഷണം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു എഗ്ഗ് അല്ലെങ്കിൽ ഒരു മുട്ട ഇടുമ്പോൾ ആ വസ്തു ഒരാളിൽ മുകളിൽ പൊങ്ങി നിൽക്കുകയും മറ്റേ ആളിൽ അടിയിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ടൊരു പരീക്ഷണം തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ആ പരീക്ഷണം നോക്കുക. അവിടെ എന്തുകൊണ്ട് മുകളിൽ പൊങ്ങി തന്നെ നിൽക്കുന്നു, അതുപോലെ തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, താന്നു പോകുന്നുണ്ട്. അവിടെയും എന്താണ് ഉത്തരം,
നമ്മൾ ഈ പറഞ്ഞ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയിൽ ഉണ്ടാകുന്ന വ്യതിയാനം അല്ലെങ്കിൽ വ്യത്യാസം കൊണ്ടാണ് മുട്ട ഉപ്പ് ലായനിയിൽ മുകളിലും അതുപോലെ തന്നെ ജലത്തിൽ താഴേക്കും എന്ത് ചെയ്യുന്നത് പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും എന്താണ് ആ ഒരു പരീക്ഷണത്തിലും ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആ ഒരു എക്സ്പെരിമെന്റിലും നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ എന്താണ്? ഡെൻസിറ്റിയിൽ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ സാന്ദ്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു സൊല്യൂഷനിൽ മുട്ട പൊങ്ങി നിൽക്കുന്നത്, മറ്റൊരു സൊല്യൂഷനിൽ അത് താന്നു പോകുന്നത്. അപ്പോൾ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മാസ് ബൈ വോളിയം, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അല്ലെങ്കിൽ മാസ്, അതിനെ വിളിക്കുന്ന പേരാണ് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി. അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും ഡെൻസിറ്റി ഒരുപോലെയല്ല, അവരുടെ ഡെൻസിറ്റികൾ തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് ആദ്യം അറിയുക. ആ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ആ എക്സ്പെരിമെന്റിൽ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് ആ സൊല്യൂഷനുള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു ഉപ്പ് ലായനി എടുക്കുന്ന സമയത്ത് എന്താണ്? ബ്രൈൻ സൊല്യൂഷൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആ ബ്രൈൻ സൊല്യൂഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെന്താണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റി നോക്കുക. അതിൽ ഒന്ന് എഗ് അടിയിലേക്ക് പോകുന്നതും ഒന്നിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഉണ്ടാകാനുള്ള റീസൺ അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് രണ്ട് സൊല്യൂഷൻ്റെയും അല്ലെങ്കിൽ രണ്ട് ലായനികളുടെയും എന്ത് വ്യത്യാസമുണ്ട്? ഡെൻസിറ്റികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഒരു ആക്ടിവിറ്റിയോടൊപ്പം നമ്മൾ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനുമുണ്ട്. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പോലുള്ള വസ്തുക്കൾ കത്തുമ്പോൾ ഒരിക്കലും അണയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ജലം ഉപയോഗിക്കാൻ പാടില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അവിടെയും ഡെൻസിറ്റി വെച്ച് തന്നെയാണ് ഉത്തരം വരുന്നത്. പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി ആർക്ക് കൂടുതലാണ്? ജലത്തിന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ജലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവരെ അണയ്ക്കുവാൻ കഴിയുന്നില്ല. സോ അവിടെയും ഡെൻസിറ്റി വെച്ചുള്ള കൺസെപ്റ്റ് ആണ്. ഇനി ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ നമ്മൾ സാധാരണഗതിയിൽ യൂണിറ്റുകളും കാര്യങ്ങളും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം, മാസിന്റെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമാണ്. ഇതിനെ ഒരിക്കലും കിലോഗ്രാംസ് എന്ന് പറയുമ്പോൾ എന്തിടാൻ പാടില്ല? എസ് ഇടാൻ പാടില്ല, തെറ്റാണ്. കിലോഗ്രാം എന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? കാണിക്കാവൂ. ഒരിക്കലും യൂണിറ്റിനോട് കൂടെ എന്തിടാൻ പാടില്ല? അഡീഷണൽ ആയിട്ടുള്ള ആൽഫബറ്റുകൾ നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. അത് യൂണിറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര എഴുതുക? 5 കിലോഗ്രാം എന്ന് എഴുതുക. അതിന് പകരം 5 കിലോഗ്രാംസ് എന്ന് എഴുതാൻ പാടില്ല. ഇത് റോങ് ആണ്, ഇത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് റൂളുകൾ ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഒരു റൂൾ ഇതാണ്. അതുപോലെ തന്നെ യൂണിറ്റുകൾ എഴുതുമ്പോൾ ഇപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അപ്പോൾ ന്യൂട്ടൺ എഴുതുമ്പോൾ നമ്മൾ വേർഡായിട്ട് എഴുതുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക? സ്മോൾ ലെറ്ററിൽ നിന്നും എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. ഇത് ശരിയാണ്. എന്നാൽ ന്യൂട്ടൺ എഴുതുമ്പോൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ നിന്നും ആവരുത്. ഇതെന്താണ്? തെറ്റാണ്. അപ്പോൾ ഇതെന്താണ്? ശരിയാണ്. ഇത് ശരിയാണ്, ന്യൂട്ടൺ. അപ്പോൾ സാധാരണ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡായിട്ടാണ് യൂണിറ്റ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കണം? ഒരു ചെറിയ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക. അതേപോലെ തന്നെ കെൽവിൻ എന്ന് പറയുന്നത്, കെ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനിലയുടെ ഒരു യൂണിറ്റ് ആണ്.